കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ തോന്നില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് വന്നിട്ട് നമുക്ക് പാർട്ടികളിൽ സ്റ്റാർട്ടറായിട്ടോ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കോ അതുമല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെയോ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്നാക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ സോയാ ചങ്ക്സ് വെച്ചിട്ടാണ് കേട്ടോ. വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു സോയാ ചങ്ക്സ് എല്ലാം വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. ഞാനിപ്പോൾ ഇവിടെ തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ സോയയെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിത് ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് ഊറ്റി കളഞ്ഞെടുക്കണം. വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ സോയയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സോയയെല്ലാം നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ അകത്തുള്ള വെള്ളവും കൂടി നമുക്ക് കളഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സോയ വന്നിട്ട് ഇതുപോലെ വലിപ്പമുള്ളത് മാത്രമല്ല, കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞ സോയ കിട്ടുമല്ലോ, അത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മുഴുവനോട് കൂടി തന്നെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് സോയയെല്ലാം ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കാണാം. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന ഒരു സ്നാക്കാണിത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സോയ ചങ്ക്സ് വേവിക്കുന്ന സമയത്ത് സോയയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ആ ഒരു മസാലപ്പൊടികളെല്ലാം സോയ ചങ്ക്സിലേക്ക് നല്ലപോലെ ഒന്ന് കോട്ടായി വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമേ തന്നെ വെള്ളം ചേർക്കണ്ട. കാരണം സോയ എത്രയൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്താലും അതിലൊരല്പം വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശത്തിൽ സോയയെല്ലാം നന്നായിട്ടൊന്ന് കോട്ടായി വന്നതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെ വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സോയയെല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങനെ വെള്ളമായി പോകരുത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം സോയ ചങ്ക്സിലേക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. 10-20 മിനിറ്റ് പാത്രം അടച്ചു വെച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ദാ ഇതിപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സോയയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണയെല്ലാം നല്ലപോലെ ചൂടായതിന് ശേഷം തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലൊരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം കേട്ടോ ചെയ്യാനായിട്ട്. അല്ലെന്ന് വരികിൽ സോയയെല്ലാം ഇട്ട് കൊടുത്ത് ഉടൻ തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കിത്
1-2 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സോയാ ചങ്ക്സ് വന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലേക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൈ വേണം എന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ സോയാ ചങ്ക്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മളിത് ചായയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന സമയത്താണെങ്കിൽ എന്തെങ്കിലും ഒരു സോസ് ഒക്കെ കൂട്ടി കഴിക്കുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് സോയയെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന സോയാ ചങ്ക്സും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തീയെ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ളൊരു ഫ്രൈ ആണിത്. ഒരു തവണ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു സോയ വന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുള്ളൂ കേട്ടോ. കാരണം അത്ര ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുവാണെങ്കിൽ പറയുകയും വേണ്ട, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.